ബൈ മായ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ തീം ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ തീം. ശരിക്കും ഞാനതിൽ ചെയ്തേക്കുന്ന കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും കുറച്ച് പിസ്ത ഷെല്ലും പിന്നെ നമ്മുടെ പെൻസിൽ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പെൻസിൽ വെട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് വേസ്റ്റ്, അത് മാത്രം വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ആക്രിലിക് പെയിൻറ്റും. ഇപ്പം നമുക്കൊരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന ടൈപ്പിലുള്ളൊരു ബോട്ടിലായിട്ടാണ്. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്തവണ ബോട്ടിലിൽ ഞാൻ ആദ്യം തന്നെ ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് ബേസ് കോട്ട് അടിക്കാൻ യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഡബിൾ ഷെയ്ഡ് കളറാണ് ഞാൻ ഇന്നത്തെ ബോട്ടിലിൽ തീമിൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് ലെമൺ യെല്ലോ കളറും രണ്ടാമത് അപ്ലൈ ചെയ്തേക്കുന്നത് ഓറഞ്ച് കളറുമാണ്. അത് നല്ലോണം ഡബിൾ ഷെയ്ഡിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. യെല്ലോയും ഓറഞ്ചും നല്ല കോൺട്രാസ്റ്റ് കളറാണ്, ഞാൻ അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൺസെറ്റിൻ്റെ തീം അതേപോലെ നമുക്ക് ബോട്ടിലിൽ കിട്ടും. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. പിന്നെ നമ്മുടെ ഫെവിക്കോളിൻ്റെ വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. നമുക്കത് ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്ന സമയത്ത് മാക്സിമം അലൈൻമെൻറ്റ് പോകാതെ നിരനിരയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ബോട്ടിലൊരു ട്രീ വരച്ചു കൊടുക്കാം. ഞാൻ അതിനെടുത്തേക്കുന്ന ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ്. ഒരു 00 സൈസ് ബ്രഷാണ് അതിന് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിന് പകരം ബ്രൗൺ കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബോട്ടിലിൽ വരയ്ക്കാനൊക്കെ നമുക്ക് എപ്പോഴും നല്ലത് 0 സൈസ് ബ്രഷസ് ആണ് കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ട്രീയുടെ ആകാശമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് പിസ്ത ഷെല്ലാണ്. അതിന് ഞാൻ കളർ ചെയ്യാൻ എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ തന്നെ പേൾ കളേഴ്സാണ്. പേൾ പിങ്കും പേൾ ബ്ലൂവും. നമുക്ക് കളർ ചെയ്ത് വെച്ചേക്കുന്ന പിസ്ത ഷെല്ല് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് പിസ്ത ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിസ്ത ഷെല്ല് ഒട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒരു പോയിന്റഡ് ബ്രഷ് വെച്ചിട്ട് ആ പിസ്ത ഷെല്ലിന് ഓരോ കണ്ണ് വരച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കൊക്കും വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കിളിയുടെ ഷേപ്പിൽ കിട്ടും. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പെൻസിലിൻ്റെ വേസ്റ്റ് ആണ്. അത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ലീഫായിട്ട് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിലും ഞാൻ എടുത്തേക്കുന്നത് ഗ്ലൂ ഗൺ ആണ് കേട്ടോ. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ലീഫിന് ഞാൻ കളർ കൊടുക്കുന്നത് ആക്രിലിക്കിൻ്റെ തന്നെ പേൾ കളറാണ്. പേൾ ഗ്രീൻ കളറാണ് കേട്ടോ അപ്ലൈ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ പേൾ കളേഴ്സിന് നല്ല ഷൈനിങ് ഉണ്ട്. അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഗോൾഡൻ കളറോ അല്ലെന്നുണ്ടെങ്കിൽ മെറ്റാലിക് കളറോ ഒന്നും യൂസ് ചെയ്യേണ്ട അത്രയ്ക്ക് ആവശ്യം വരില്ല. കാരണം കുറച്ച് നല്ല ഷൈനിങ് ആയിട്ടാണ് പേൾ കളേഴ്സ് കിട്ടുന്നത്. പേൾ യെല്ലോ കളർ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഷെയ്ഡും കൂടി ലീഫ്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഐസ്ക്രീം സ്റ്റിക്സിന് കളർ ചെയ്യാനായിട്ട് ആക്രിലിക്കിൻ്റെ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് ബോട്ടിൽ ആർട്സ് ചെയ്യാമോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരുടെയും പേര് എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് വീഡിയോ ഇതുപോലത്തെ അടിപൊളി ഐറ്റമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.